മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കപ്പെടുന്ന നടിയാണ് മഞ്ജു വാര്യർ. ആനുകാലിക വിഷയങ്ങളിലെല്ലാം തന്റേതായ രീതിയിൽ അഭിപ്രായം പറയാറുള്ള മഞ്ജു അതുകൊണ്ടുതന്നെ ബാക്കിയുള്ള നടീനടന്മാരിൽ നിന്നും വേറിട്ടു നിൽക്കുന്ന വ്യക്തിത്വമാണ്. അടുത്തിടെ മഞ്ജു നടത്തിയ ഒരു പ്രസ്താവനയാണിപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയ്ക്കിടയാക്കിയിരിക്കുന്നത്. മഞ്ജു പറഞ്ഞതിങ്ങനെ: കേരളത്തിൽ ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തിന്മയെന്താണെന്നു ചോദിച്ചാൽ പലരും പല ഉത്തരമായിരിക്കും പറയുക. ചിലർ പറയും ലഹരിയാണെന്ന്, വേറെ ചിലർ പറയും യുവാക്കളുടെ വിദേശത്തേക്കുള്ള കൊഴിഞ്ഞുപോക്കാണെന്ന്. എന്നാൽ ഇതൊന്നുമല്ല സത്യത്തിൽ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന തിന്മ വർഗീയതയാണത്. 5 വർഷം മുമ്പ് വരെ ജാതിയും മതവുമൊന്നും നോക്കാതെ ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി പരസ്പരമുള്ള സ്നേഹത്തിൽ ജീവിച്ചുവന്നവരാണ് മലയാളികൾ. എന്നാൽ ഇന്നീ ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുകൾ വീണിരിക്കുന്നു. ഗായകനായ വേടൻ ലഹരിക്കേസിലകത്തായപ്പോൾ ആരും വേടന്റെ മതത്തെ കുറ്റപ്പെടുത്തിയില്ല. എന്നാൽ തല്ലുമാല സിനിമയുടെ സംവിധായകനായ ഖാലിദ് റഹ്മാൻ ലഹരിക്കേസിൽ തന്നെ അറസ്റ്റിലായപ്പോൾ വീഡിയോയ്ക്കു താഴെയുള്ള കമന്റ് ബോക്സിൽ നോക്കിയാൽ അതിൽ മൊത്തം ഇസ്ലാം മതത്തോടുള്ള വർഗീയതയായിരുന്നു. ഖാലിദ് റഹ്മാനു മാത്രമേ മതമുള്ളൂ? വേടന് മതമില്ലേ? ഇസ്ലാമോഫോബിയ എന്നാൽ ഒരാൾക്ക് സ്വാഭാവികമായി ഇസ്ലാം എന്ന മതത്തിനോട് തോന്നുന്ന പേടിയാണ്. എന്നാൽ സംഘടിതമായി ഒരു മതത്തെ അവഹേളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഇസ്ലാമോഫോബിയ അല്ല. കേവലാധികാരങ്ങൾക്കു വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ മനുഷ്യരെ വിഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാലം എത്രയും പെട്ടെന്ന് കടന്നുപോകട്ടെ, മഞ്ജു വാര്യർ കൂട്ടിച്ചേർത്തു. മഞ്ജു പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഗുഡ് ബൈ.